ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്കിടയിൽ സർവകക്ഷി യോഗം വിളിച്ച് പോലീസ്. വടകര റൂറൽ SP ഓഫീസിലാണ് യോഗം. DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ വാക്പോര് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ സമാധാനം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്യാനാണ് യോഗം വിളിച്ചു ചേർത്തത്. വിവിധ കേസുകളിൽ നടപടി ഉണ്ടാവാത്തത് യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലമായിരുന്നു വടകര. അത് തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടുകൊണ്ട് മാത്രമല്ല, പിന്നീടും തെരഞ്ഞെടുപ്പ് സമയത്തും ഉണ്ടായ വിവാദങ്ങൾ കൂടിക്കൊണ്ടാണ്. അതിപ്പോൾ വർഗീയ പരാമർശങ്ങൾ, കാഫിർ പ്രയോഗം അടക്കമുള്ള കാര്യങ്ങളായാലും, വ്യക്തി അധിക്ഷേപമായാലും, വ്യാജ വീഡിയോകളുടെ കാര്യമായാലും ഒക്കെ ഇപ്പോൾ ഈ വിഷയങ്ങൾ അതിരുവിട്ടു എന്ന നിഗമനത്തിലാണോ പോലീസ്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം വർക്കലയിൽ നിലനിൽക്കുന്ന നിഗമനം പോലീസ് സംവിധാനത്തിലുണ്ടോ? രഞ്ജിത്ത്, സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന്റെ ആവേശം കെട്ടടങ്ങി, അല്ലെങ്കിൽ പരസ്പരമുള്ള വാഗ്വാദങ്ങളൊക്കെ കെട്ടടങ്ങി. പക്ഷേ വടകര മണ്ഡലത്തിൽ ഇപ്പോഴും ഇരു കക്ഷികളും, അല്ലെങ്കിൽ ലീഗും കോൺഗ്രസും CPM ഒക്കെ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാഫിർ പ്രയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പല വട്ടം UDF മാർച്ചുകളും മറ്റുമൊക്കെ നടത്തി. ഒപ്പം പ്രതിഷേധ യോഗങ്ങളുമായി കളം സജീവമാക്കി രണ്ട് മുന്നണികളും, അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും രംഗത്തെത്തുന്ന കാഴ്ച. അത്തരമൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്ന ലക്ഷ്യവുമായി പോലീസ് സമാധാന യോഗം, അല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അല്പസമയത്തിനകം വടകര റൂറൽ SP ഓഫീസിലാണ് ഇത്തരത്തിലൊരു യോഗം നടക്കുക. DIGയുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുന്നത്. മുതിർന്ന മറ്റു ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അവരുടെ പ്രധാന നേതാക്കൾ തന്നെ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും വലിയ വിമർശനങ്ങൾ പോലീസിനെതിരെ യോഗത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയരുമെന്നാണ് പ്രധാനം. കാരണം ഈ ആരോപണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല. ഒരു തരത്തിലും എന്തെങ്കിലും തെളിയിക്കാനായിട്ടില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പരാതികൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പോലീസിന് നിഷ്ക്രിയത്വം സ്വാഭാവികമായും ചർച്ചയാകും. ഈ പുതിയ കാലഘട്ടത്തിൽ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട ഉറവിടം കണ്ടെത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. കാഫിർ പ്രയോഗം എവിടുന്ന് വന്നു എന്ന കാര്യത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊന്നും പോലീസിന് അന്വേഷണം എങ്ങും എത്താത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം എന്നതും പ്രശ്നമാണ്. തീർച്ചയായും അത് തന്നെയാണ് പ്രശ്നം. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിരവധി പരാതികളാണ് ഈ സൈബർ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വ്യാജ സ്ക്രീൻഷോട്ട് ചമക്കൽ എന്നിവയൊക്കെയുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ പരാതികളുടെ ആധിക്യം മൂലം തന്നെ നടപടികൾ മെല്ലെ പോകുന്നു എന്ന ഒരു രീതിയിലാണ് പോലീസ് പ്രതികരിക്കുന്നത്. കാരണം രാജ്യമെമ്പാടും നിന്നും നിരവധി പരാതികളാണ്, അതായത് ആയിരക്കണക്കിന് പരാതികളാണ് ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയിലെ ഈ അധിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് അധികൃതർക്ക് പോലും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ വൈകുന്നു. അതായത് ഫേസ്ബുക്കിനോടൊരു കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ യൂസർ ID അല്ലെങ്കിൽ ഇവരുടെ ഡൊമൈനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞാലും അത് സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രധാന പരിഭവം. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ തെളിവായി മാറുന്നത് ഫേസ്ബുക്കിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക വിശദീകരണത്തിനാണ്. പക്ഷെ അത് വൈകുമ്പോൾ കേവലം സ്ക്രീൻഷോട്ടിന്റെയോ അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന പ്രചരണങ്ങളുടെയോ പേരിൽ ഇത് ആരോപിക്കപ്പെടുന്ന ആൾ തന്നെയാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം കേസുകളുടെ ഒരു പെരുക്കം മൂലമാണ് ഈ നടപടിക്രമങ്ങൾ വൈകുന്നതെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ഏറ്റവും ഒടുവിൽ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടത് അത് CPM ക്യാമ്പ് തന്നെ പ്രചരിപ്പിച്ച് ടീച്ചർക്ക് വോട്ട് ലഭിക്കാൻ ചെയ്ത തന്ത്രമാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യപ്പെട്ട് പല തവണ മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം ഈ വടകര റൂറൽ SP ഓഫീസിലേക്ക് അവർ പ്രകടനം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇനി RMPയുടെ നേതൃത്വത്തിൽ RMPയും കോൺഗ്രസും ഒക്കെ മേൽക്കൈയെടുത്ത് UDFന്റെ നേതൃത്വത്തിൽ 30-ാം തീയതി വീണ്ടും വടകര റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ആലോചനകളുമായി UDF മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതിന്റെയൊക്കെ ഇടയിലാണ് ഇത്തരമൊരു സമാധാന യോഗം, അല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബോംബ് പൊട്ടി ആൾ മരിക്കുന്ന അടക്കമുള്ള നടന്ന ഇടമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പരക്കെ ഈ ഇരു പാർട്ടി പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി, പരസ്പരം വാക്കേറ്റം ഉണ്ടാവുന്ന സാഹചര്യം കണ്ടു. നിരവധി പേർ ജയിലിലാവുന്ന സാഹചര്യമൊക്കെ കണ്ടു. എന്തായാലും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ പോലീസിന്റെ ഇടപെടൽ എന്ന് നമുക്ക് കരുതാം. എന്തായാലും എന്ത് നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ സ്വീകരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.